നമസ്കാരം. ഭാരത് സ്റ്റേജ് 6 വന്നതോടുകൂടി എൻട്രി ലെവൽ കാറുകൾ, പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനങ്ങൾ, അത്തരത്തിലുള്ള കാറ്റഗറിയിൽ നിന്നൊക്കെ ഡീസൽ വാഹനങ്ങൾ അപ്രത്യക്ഷമായി. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നല്ല സെയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം വാഹനങ്ങളാണ് ഡീസൽ കാറുകൾ. ഈ സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൽ നിന്നും ഡീസൽ ഇല്ല. ഇപ്പോൾ മാരുതി സുസുക്കി 2020 മുതൽ ഡീസൽ വാഹനങ്ങളില്ല എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് i20 ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതായത് ഭാരത് സ്റ്റേജ് 6 ശേഷം ഡീസൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പർട്ടിക്കുലർ കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ടാറ്റ പഞ്ചിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് ഒരു ലിമിറ്റഡ് നമ്പറായിട്ടെങ്കിലും ടാറ്റ ഡീസൽ പഞ്ച് ഇറക്കും എന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചിന് യാതൊരുവിധ പഞ്ചുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞാൽ പോലും അത്തരത്തിൽ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെവട്രോൺ എഞ്ചിൻ എന്ന് പറയുന്നത് 6000 RPM 87 PS പവറും, അതുമാത്രമല്ല ഒരു 3500 to 4000 RPM മാക്സിമം ഒരു 3350 RPM ഒരു 115 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നൊരു വാഹനമാണ്. ടോർക്ക് ഓക്കെയാണ്, പക്ഷേ പവർ എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് നമുക്ക് തോന്നും. പെട്രോളാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഡീസൽ എഞ്ചിൻ പഞ്ചിൽ വരുമോ എന്നുള്ളൊരു ചോദ്യം വളരെയധികം ഉണ്ടായിരുന്നു. വീണ്ടും ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ മികച്ച രീതിയിൽ പഞ്ചിൽ എന്തുകൊണ്ട് ഡീസൽ കൊണ്ടുവന്നില്ല എന്ന വാർത്തകൾ വരുന്നുണ്ട്. പഞ്ചിൽ ഡീസൽ വേണം എന്നുള്ള ആവശ്യവും വരുന്നുണ്ട്. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ പഞ്ചിൻ്റെ ഡീസൽ വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള ന്യൂസ് അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ പോസിബിലിറ്റി എന്ന് പറയുന്നത് ടാറ്റ ആൾട്രോസിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിലാണ് ടാറ്റ പഞ്ച് വരുന്നത്. അതായത് അജൈൽ, ലൈറ്റ്, ഫ്ലെക്സിബിൾ, അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ എന്ന് എക്സ്പാൻഷൻ രൂപമുള്ള ആൽഫ ആർക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ടാറ്റ പഞ്ചും വരുന്നത്. ഇപ്പോൾ സെയിം പ്ലാറ്റ്ഫോം. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന ആൾട്രോസിൽ ഡീസൽ എഞ്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഡീസൽ എഞ്ചിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ആൽഫ ആർക്കിടെക്ചറിൽ വരുന്ന പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിലും ഡീസൽ എഞ്ചിനെ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ പ്ലാറ്റ്ഫോം വൈസ് ഓക്കെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലൊരു എഞ്ചിൻ വേണം. എഞ്ചിൻ എന്ന് പറയുന്നത് 1.5 റവർട്രോക്ക് എന്ന് പറയുന്ന എഞ്ചിൻ ഓൾറെഡി ടാറ്റയ്ക്കുണ്ട്. അത് BS6 2.0 എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യുന്ന എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെയിം പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സെയിം എഞ്ചിനുണ്ട്. പഞ്ചിലാണെന്നുണ്ടെങ്കിലും സെയിം പ്ലാറ്റ്ഫോമാണ്. ഈ റവർട്രോക്ക് എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മികച്ച എഞ്ചിനാണ്. 1497 cc, 70 PS പവർ. 70 PS എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി 88.76 BHP ആണ്. 89 BHP എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 88 BHP എന്ന് പറയാം. അത് 4000 RPM ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കണം, റവട്രോൺ എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിൻ 1.2 3 സിലിണ്ടർ എഞ്ചിൻ, അത് ഉൽപ്പാദിപ്പിക്കുന്ന പവർ എന്ന് പറയുന്നത് 87 PS ആണ്. 87 PS എന്ന് പറയുമ്പോഴത്തേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന RPM എന്ന് പറയുന്നത് 6000 RPM ആണ്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ 6000 RPM ഈ 87 PS പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിൻ 88 BHP പവർ, അതായത് 70 PS പവർ എന്ന് പറയുന്നത് 4000 RPM ജനറേറ്റ് ചെയ്യുന്നത്. ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഞെട്ടിക്കും. 200 Nm ടോർക്ക്, അത് 1250. മാർക്ക് ദ പോയിന്റ്. 1250 RPM മുതൽ 3000 RPM അത് ജനറേറ്റ് ചെയ്യും. വാഹനം ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലച്ചിൽ നിന്നും കാല് റിലീസ് ചെയ്ത് പതുക്കെ ആക്സിലറേറ്ററെ കാല് പതിപ്പിക്കുമ്പോൾ തന്നെ ഈ ടോർക്കിൻ്റെ ഫീല് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അത്തരത്തിലുള്ളൊരു എഞ്ചിനുണ്ട്. അപ്പോൾ എഞ്ചിനും പ്ലാറ്റ്ഫോമും ഓൾറെഡി ടാറ്റയുടെ കയ്യിലുണ്ട്. ഇനി ഇതിനെ ഈ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പ്രയത്നം കാര്യങ്ങളൊന്നുമില്ല. ഷെൽ സ്ട്രക്ചറൊക്കെ ഓൾമോസ്റ്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ എഞ്ചിൻ ബേ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തും കാര്യമായിട്ടുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു എഞ്ചിൻ അത്രത്തോളം അല്ലെങ്കിൽ വലിയൊരു എഞ്ചിൻ എന്നുള്ള രീതിക്കല്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പോസിബിളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രൊഡക്റ്റ് ഹെഡായിട്ടുള്ള മോഹൻ സർവർക്കർ അദ്ദേഹം പറഞ്ഞത്, ആൾട്രോസിലുള്ള ഈ സെയിം എഞ്ചിൻ, ആൾട്രോസിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിലുള്ള പഞ്ചിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു വാഹനത്തെ ഡീസലിലേക്ക് മാറ്റുമ്പോഴത്തേക്കും കോസ്റ്റ് കൂടും എന്നുള്ളത്. കോസ്റ്റ് കൂടും. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 4 സിലിണ്ടർ ആയിട്ടുള്ള ഈ ഒരു എഞ്ചിൻ കൊണ്ടുവരുമ്പോഴത്തേക്കും കോസ്റ്റ് കൂടും, അത് ശരിയാണ്. പക്ഷേ ടർബോയുടെ ഡിമാൻഡ് വന്നപ്പോൾ ടർബോ കൊണ്ടുവന്ന സമയത്ത് പ്രോഡക്റ്റിൻ്റെ വില എങ്ങോട്ട് പോയി? 9.5 ലക്ഷം രൂപയുടെ മുകളിലേക്ക് പോയി. ആ ഒരു വിലയൊക്കെ തന്നെയാണ് ഈ ഡീസലിലും വരികയുള്ളൂ. ഡീസൽ പഞ്ച് കൊണ്ടുവന്നാൽ ആ ഒരു വില തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ടോട്ടൽ 100 വാഹനങ്ങൾ വിൽക്കുമ്പോൾ
ആൾട്രോസിൽ 8 ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾ മാത്രമാണ് വിൽക്കുന്നത്. അതായത് 8% മാത്രമാണ് ഡീസൽ ആൾട്രോസ് വിൽക്കുന്നത്. ഇനി നെക്സോണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 100 വാഹനങ്ങൾ വിൽക്കുമ്പോൾ ഏകദേശം ഒരു 17 ഡീസൽ വാഹനങ്ങളാണ് വിൽക്കുന്നത്. 17% മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് അവർ ചിന്തിക്കുമ്പോഴത്തേക്കും ഡീസലിന് ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഡൽഹി പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ആളുകൾ സാധാരണഗതിയിൽ വാഹനം വാങ്ങുന്നത് അവരുടെ ഡേ ടു ഡേ കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ്. അവിടെ CNGക്കാണ് ഇപ്പോൾ ഡിമാൻഡ് ഉള്ളത്. അങ്ങനെയുള്ള മെട്രോ സിറ്റികളിൽ ഇത്തരത്തിലുള്ള ഡീസൽ വാഹനങ്ങളുടെ ബാനും ഇനി ആളുകളുടെ ഉള്ളിലൊരു ആശങ്ക, ഒരു ഡീസൽ വാഹനം മേടിക്കാൻ പോകുന്ന ആളുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ള ആശങ്ക എന്ന് പറയുന്നത് ഇതെങ്ങാനും നിർത്തിപ്പോകുമോ, ഡീസൽ നിർത്തുമോ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം റീടെസ്റ്റ് ചെയ്ത് കിട്ടാതെ വരികയോ, അതല്ലെന്നുണ്ടെങ്കിൽ DPFൻ്റെ ഇഷ്യൂ വരികയോ എന്നൊക്കെ അങ്ങ് ചിന്തിക്കും. DPFൻ്റെ ഇഷ്യൂ ഇവിടെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ആൾട്രോസിൻ്റെ കേസിൽ അതിന് പോയിൻറ്റുമില്ല. ആൾട്രോസ് ഡീസലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പഞ്ചിലേക്ക് ഇത്തരത്തിൽ ഡീസൽ എഞ്ചിൻ കൊണ്ടുവരുമ്പോൾ വില കൂടും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പറയുന്ന പഞ്ച് ടർബോ പെട്രോളിൻ്റെ വിലയുടെ അടുത്തൊക്കെ ആകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഈവൻ അതിൻ്റെ മുകളിൽ പോയാലും 10 ലക്ഷത്തിൻ്റെ ജസ്റ്റ് ഓവറാണ് ടോപ്പ് എൻഡിൽ പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു വാഹനം, ഈ ഒരു വെയിറ്റ് ഉള്ളൊരു വാഹനം, ഇപ്പോൾ ആൾട്രോസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 1150 കിലോഗ്രാമാണ് അതിൻ്റെ ഭാരം. ഇവർ ക്ലെയിം ചെയ്യുന്ന മൈലേജ് 24 ആണ്. ഈ വാഹനം പഞ്ച് 1100 കിലോഗ്രാമേ ഉള്ളൂ. എങ്ങനെ നോക്കിയാലും 25 ക്ലെയിം ചെയ്യാൻ കഴിയും. എങ്ങനെ ഓടിച്ചാലും ഡീസൽ എഞ്ചിനാണ്, ടോർക്കി എഞ്ചിനാണ്. 23 എങ്ങനെ നോക്കിയാലും കിട്ടും. നല്ല രീതിക്ക് ഓടിച്ചാൽ 25 കിട്ടും, ചിലപ്പോൾ അതിൻ്റെ മുകളിലും കിട്ടും. തീർച്ചയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് പഞ്ചിനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. ആൾട്രോസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ ഇരിപ്പ് സുഖം ഇതൊക്കെ വളരെ കുറവാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല, ഇരിപ്പ് സുഖമില്ല, അങ്ങനെയൊക്കെ നോക്കിയിട്ടും അതിനകത്ത് ഡീസൽ കൊടുക്കുന്നുണ്ട്. അതങ്ങ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പഞ്ചിൽ ഡീസൽ കൊണ്ടുവന്നാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കഫേ നോംസ്, കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്യൂൽ എക്കണോമി എന്ന് പറയുന്ന ആ ഒരു കഫേ നോംസിനകത്ത് അവരുടെ വാഹനങ്ങൾ, ടാറ്റ മോട്ടോഴ്സിൻ്റെ മുഴുവൻ വാഹനങ്ങളും കൂടെ ഒരു വർഷം ഇത്ര കാർബൺ എമിഷനാണ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. ചിലപ്പോൾ അങ്ങനെ പഞ്ചും കൂടെ വരുമ്പോഴത്തേക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ, അതാണൊരു പോയിന്റ്. രണ്ടാമത്തത്, പഞ്ചിൻ്റെ ഡീസൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ടും ബാധിക്കുന്നത് ആൾട്രോസിനെയും അതിനേക്കാൾ ഉപരി നെക്സോണിനെയും ആയിരിക്കും. അപ്പോൾ നെക്സോണും ആൾട്രോസും പയ്യെ അതായത് ഡീസൽ നെക്സോണും ഡീസൽ ആൾട്രോസും പതുക്കെ അതങ്ങ് ഡിസ്കണ്ടിന്യൂ ആയി പോകുമോ എന്നുള്ളൊരു ഭയമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പഞ്ച് ഡീസൽ ഒരു കേസ് സ്റ്റഡി നടത്തിയപ്പോഴത്തേക്കും ആൾട്രോസിന് 8% മാത്രമാണ് ഡിമാൻഡ് ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നെക്സോണിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും 17% മാത്രമാണ് വാഹനം വിൽക്കുന്നുള്ളൂ, ഡീസൽ വാഹനം. അങ്ങനെ വരുമ്പോഴത്തേക്കും പഞ്ചിനും ഡിമാൻഡ് കുറയുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം. പക്ഷേ പഞ്ച് ഡിഫറൻ്റ് ആണ്. പഞ്ചെന്ന് പറയുന്നത് ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോർഷനേറ്റിൽ വരുന്നൊരു വാഹനമാണ്. കോമ്പാക്ട് സൈസ്, നല്ല വിസിബിലിറ്റി, SUV വാഹനം വാങ്ങണം എന്നൊരാഗ്രഹമുള്ള ഒരാൾക്ക്, അത് വാങ്ങാൻ കഴിവില്ലാത്ത ഒരാൾക്ക്, പണം കൊണ്ട് കഴിവില്ലാത്ത ഒരാൾക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് പഞ്ച് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് SUV കേപ്പബിലിറ്റിയൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. അതിനകത്ത് ഡീസൽ എഞ്ചിൻ വന്നാൽ നല്ല മൈലേജ് ലഭിക്കും. നല്ല ടോർക്കി എഞ്ചിനാണ്. ഫൺ ടു ഡ്രൈവ് ആസ്പെക്റ്റിൽ ഈ ഒരു വാഹനത്തെ ഉപയോഗിക്കാം. നല്ല മൈലേജും ഉണ്ടാകും. മൈലേജിലേക്ക് പറയുമ്പോഴത്തേക്കും പെട്രോളും ഡീസലും തമ്മിൽ 10 രൂപയാണെങ്കിൽ പോലും ഈ 1250 RPM 2000 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ജനറേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 2000 Nm ടോർക്കാണ്. അത് 1250 മുതൽ 3000 RPM തന്നെ ജനറേറ്റ് ചെയ്യും. ടർബോ കിക്ക് ഓൺ ആവുന്നത് തന്നെ ഈ 1250 RPM എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000 RPM കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പവർ നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യും. പക്ഷേ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പഞ്ചിന് ഡീസൽ കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഓൺലൈൻ മീഡിയയിലും അത് മാത്രമല്ല സോഷ്യൽ മീഡിയ സൈറ്റിലൊക്കെ നല്ല രീതിക്ക് പഞ്ചിൻ്റെ ഡീസൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിന് ഡിമാൻഡും ഉണ്ട്. അത്തരത്തിലുള്ള ക്യാമ്പയിനൊക്കെ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ പഞ്ചിൻ്റെ ഡീസൽ ഒരു ലിമിറ്റഡ് നമ്പറെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ലിമിറ്റഡ് നമ്പറായിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. പഞ്ചിൻ്റെ ഡീസൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലിമിറ്റഡ് നമ്പറിലായിരിക്കില്ല കൊണ്ടുവരുന്നത്. കുറച്ച് വാഹനങ്ങൾ ഇറക്കും, തീർച്ചയാണ്. പക്ഷേ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വാഹനത്തിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അതിനുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പഞ്ചിൻ്റെ ഡീസൽ വന്നാൽ നിങ്ങൾ വാങ്ങുമോ എന്നുള്ളത് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. ഇതിനകത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും അറിയാൻ ആഗ്രഹമുണ്ട്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.